ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച സൽമാൻ്റെ ഗപ്പി ഫാം കൂടി ഇട്ടിരുന്നു. അതിൽ സൽമാനിൽ ഏറ്റവും ലാസ്റ്റ് ഒരു സംഭവം പറഞ്ഞു. ഒരു ഫിഷ് 10 ദിവസം വരെ നമ്മൾ ഫിഷും പാക്ക് കവറിൽ ലൈവായിട്ട് അവിടെ എത്തിയിരുന്നു ആസാമിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇത്രയും സേഫായിട്ട് അത്രയും ലൈവ് ഗ്യാരണ്ടിയോട് കൂടി എങ്ങനെയാണ് ഇവിടെ സൽമാൻ ഫിഷ് പാക്ക് ചെയ്തിട്ട് അവിടെ എത്തിക്കുന്നതെന്നാണ് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ സൽമാൻ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് തുടക്കക്കാർക്കൊക്കെ വലിയ ഉപകാരമാവും. അപ്പോൾ അത് നോക്കി നോക്കാം. എല്ലാം നോക്കുന്ന തീർച്ചയായിട്ടും നമ്മൾ അതിനുമായിട്ടുള്ള കവറാണ് അത്. കവറ് 4 അടുപ്പിച്ചെടുത്തായി. ഇതാണുള്ള കവർ അല്ലേ? 4-10 കവറാണ്. 4-10 എങ്ങനെയാണ്? ഈ അടിഭാഗം 4, ഉയരം 10 ഇഞ്ചാണ്. 4 ഇഞ്ച് അടി, ഉയരം 10 ഇഞ്ച് എന്നുള്ള കവറാണ് എടുക്കല്. അതില് നമ്മള് ഒരു ഫിഷാണ് ഒരു കവറിൽ ഇടുക. ഒരു കവറിൽ ഒരു ഫിഷ്. അതാണ് ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഒരു കവറിൽ ഒരു മീൻ ഇടാൻ പാടുള്ളൂ. അത് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഫിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ കൊത്തുകൂടാനുള്ള കവറിന്റെ ഉള്ളിൽ നിന്ന് കൊത്തുകൂടാനുള്ള ഡെത്ത് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ പിന്നെ ഒന്ന് ഡെഡായി എന്തെങ്കിലും കാരണങ്ങളുടെ ചൂടൊക്കെ ഇപ്പൊ വണ്ടിയിലോ ട്രാൻസ്പോർട്ടേഷന്റെ വണ്ടിയിലോ അല്ലെ എങ്ങനെയെങ്കിലും ചൂടായിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഫിഷ് ഡെഡായാല് 2 ഫിഷാണ് ഒരു കവറിൽ ഇട്ടുന്നുണ്ട്, മറ്റേതിനെ അത് ബാധിക്കാൻ രണ്ടും പോകും. സിംഗിൾ ഫിഷ് പാക്കിംഗ്. അപ്പൊ ആ ഫിഷിനെ നമ്മൾ ഇതിലേക്ക് ഇടുന്ന ഫിഷിന്റെ മുന്നേ തലേദിവസം എന്താ ചെയ്യാ? നമ്മള് തൊട്ട് തലേന്ന് ഒരു നേരം ഭക്ഷണം ഫുഡ് കൊടുക്കാതെ നിൽക്കുക. ഇവിടെ നമ്മൾ ഈ ഷെഡിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ കാണുന്ന ബേസിൻസ് ഒക്കെ എന്താണ് നമ്മൾ കൊടുക്കാനുള്ള ഫിഷുകളെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഒരു ദിവസം തൊട്ട് തലേന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൊടുക്കില്ല. ഫിഷിന് ഇനിയിപ്പോ ഇവിടെ ഇല്ലാത്ത ഫിഷാണെങ്കിൽ നമ്മളൊന്ന് പിടിച്ചു വെക്കും. ഫിഷ് പിടിച്ചു വെച്ച് ഹോൾഡ് ചെയ്ത് വെക്കും. കൊറിയർ അയക്കാനുള്ള ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ തീറ്റ കൊടുക്കാതെ വെക്കും ഒരു നേരം. അതിന്റെ എന്താണ് ചെയ്യാൻ കാരണം? അത് നമ്മൾ ഈ കവറില് ഇപ്പൊ നമ്മൾ തീറ്റ കൊടുത്തിട്ടാണ് ഫിഷിനെ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇതുപോലെ നമ്മൾ കവറിൽ ഫിഷിനിട്ട് എന്നിട്ട് ഈ ഫിഷ് ട്രാൻസ്പോർട്ടേഷന്റെ ഇടയിൽ ഫുഡ് കൊടുത്താൽ എന്തായാലും അവർക്ക് വേസ്റ്റ് മോശം വരും. അപ്പൊ അത് ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അമോണിയ ഉണ്ടാവും. അപ്പൊ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് കുറച്ച് വേസ്റ്റ് ആയാലും അത് ബാധിക്കും, അവരുടെ ഹെൽത്തിനെ ബാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാതെ വെക്കും. അപ്പൊ അവർക്ക് അധികം കഷ്ടം ഉണ്ടാവില്ല, മീൻസ് ഇതുണ്ടാവില്ല. ഗപ്പികൾക്ക് ഒരു 5-6 ദിവസം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷിന് ഒരു 10 ദിവസം വരെയൊക്കെ ഫിഷും ഫുഡൊന്നും കഴിക്കാതെ നല്ല ഓക്സിജൻ കിട്ടണം, കിട്ടിയാൽ മതി. ഗപ്പിക്ക് നിൽക്കാൻ കഴിയും. നല്ല നമ്മള് ഫിഷിനെ പാക്ക് ചെയ്യാൻ കവറ്, റബ്ബർ, പിന്നെ കോർണർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, സെല്ലോ ടാപ്പ്. പിന്നെ മെഷീൻ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഇതിൽ ഒരു 4-10 ഒരു കവർ. ഇതില് നമ്മള് ഒരു അളവുണ്ട് ഓരോ ഫിഷിനും ഒരു കൃത്യമായിട്ട്. ഇത് നമ്മളെ ഒരു അളവ് വെച്ചതാണ്. ഏകദേശം ഒരു 100-130 ഗ്രാം നമ്മള് തൂക്കാണ് നോക്കിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാർസലിന്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിട്ട് അത് നമ്മള് 100-120 ആ ഒരു റേഞ്ചില് ഗ്രാം വരുന്ന രീതിയിലാണ് എന്ത് ചെയ്ത് 100ന്റെ മേലെ വേണം. 120 ഏറ്റവും ബെറ്റർ. ഒരു സിംഗിൾ ഫിഷിന് 120 ഗ്രാമോളം വെള്ളം ഒരു കവറിൽ ഫില്ല് ചെയ്യും. ഇതെല്ലാ കവറിൽ നമ്മളിപ്പോ പിടിച്ചു വെച്ചതാണ് കാണിക്കാൻ. 4-10 കവറിൽ ഒരു ഫിഷിന് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് വെള്ളം പിടിച്ചു വെച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഫിഷിനെ ഇതിലേക്ക് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ഫിഷിനെ അതെ ഒന്ന് പിടിക്കാം. ഫിഷാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്തു? ഫിഷിനെ പിടിക്കുന്നു. മെയിലിന് ഒരു കവറിലിടും, ഫീമെയിലിന് ഒരു കവറിലും ഇടും. ഒരു ജോഡി ആണെങ്കിലും നമ്മൾ ഒരു കവറിൽ ഇടൂല, 2 കവറിലാക്കി ഇട്ടിടും. 10 ജോഡി ആണെങ്കിൽ 20 പാക്കറ്റ് ഉണ്ടാവും. അതെ. അപ്പൊ നമ്മൾ ഇത് പിടിച്ചു. നമ്മളിപ്പോ ഒരു ജോഡിയാണ് കാണിക്കുന്നത് പാക്കിങ്ങിന്റെ മെത്തേഡ്. ഇനി നമ്മളിത് സീല് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മള് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇതിന്റെ കവറിന്റെ അടിഭാഗ കോർണർ ഇങ്ങനെയാണല്ലോ. ഈ അടിഭാഗം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ ഇത് കോർണർ, ഇത് രണ്ടിന്റെ കോർണർ ഈ നടുഭാഗത്തിന്റെ മേലെ അതിന്റെ കോർണർ അല്ലാത്ത ഭാഗം പിടിച്ചിട്ട് മാക്സിമം എയർ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് 2 മടക്കുക. എയറായി അതിന് ഫിഷിന് വേണ്ട എയറായി ജസ്റ്റ് മടക്കി വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് വന്ന് സെറ്റായി. സൗണ്ട് വന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ ഇപ്പൊ സൗണ്ട് തന്നെ കാണിച്ചു തരാം. സൗണ്ട് എടുത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അധികം ഒട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ സൗണ്ട് ഫുള്ളായി കേട്ടതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പൊ ഇത് ഫുൾ ടൈറ്റ് ആയി, ലീക്കേജ് ഇല്ല, ഇതിലുള്ള എയർ ഒന്നും പോവില്ല.
അങ്ങനെ നമ്മൾ രണ്ട് ഫിഷും എന്ത് ചെയ്തു, നമ്മൾ കോർണറിന്റെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ പിടിക്കുക, രണ്ട് മടക്കുക. അപ്പൊ അതിൽ വേണ്ട എയർ അതിൽ കിട്ടും. എയർ മെഷീനൊന്നും ആവശ്യമില്ല. ഇല്ല ഓക്സിജൻ നമ്മള് ഇപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ നമ്മൾക്ക് ഭാവിയിലേക്ക് അത് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്റ്റാൻഡേർഡ് ആക്കണം നമ്മുടെ കാര്യങ്ങൾ. ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യുന്ന അപ്പൊ അങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെയ്തിട്ടുള്ളൂ, സീല് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്തത് റബ്ബർ ഇടുക. സിംഗിൾ റബ്ബർ ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇനി ഇത് നല്ല ഇട്ടാലും എയർ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് ഇനി റബ്ബർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടവർ ആദ്യം ഒരു ഇങ്ങനെ മടക്കി ഒരു ഇതാക്കി, എന്നിട്ട് ഒരു വിരല് ഇങ്ങനെ ഒരു റബ്ബർ എടുത്തിട്ട് ഒരു വിരല് കൊണ്ട് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കാം. ഇവിടെ വന്ന് വെക്കും. എന്നിട്ട് ഈ വിരല് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ കാണുന്ന കോർക്ക. എന്നിട്ട് അപ്പൊ കോർത്തുണ്ടെങ്കിൽ അത് ലോക്കായി കാണും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒരു 10ഓളം ചുറ്റും ഇങ്ങനെ ചുറ്റുക. ഏകദേശം ഒരു 10ഓളം, എണ്ണൊന്നും വേണ്ട, ഏകദേശം നല്ല ടൈറ്റ് ആവുന്നത് വരെ ഇങ്ങനെ ചുറ്റുക. എന്നതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഭാഗം ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പിടിച്ചിട്ട് ഇവിടെ കവറിന്റെ ബാക്കി ബാലൻസ് വരുന്നതിലേക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുക. അവിടെ സേഫായി. യെസ്, സേഫ്. ഇതിനി എത്ര ദിവസമായാലും ഇത് ലൂസ് ആവില്ല, അവിടെ അങ്ങനെ നിന്നോളും. ഇനി ഇതും നമ്മുടെ പാക്കിങ്ങിന്റെ വർക്ക് കഴിഞ്ഞില്ല. നമ്മള് ശരിക്ക് ഇങ്ങനെ തന്നെ അയക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ വിടുന്നവരുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ അത് സീൽ ചെയ്തു, പിന്നെ റബ്ബർ ഇട്ടു, വീണ്ടും ഇത് കോർണർ ഒട്ടിക്കണം. കോർണറിൽ അത് വന്ന് കുടുങ്ങാതിരിക്കാൻ, ഫിഷ് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് മടക്കി, കോർണർ മടക്കിയിട്ട് ഇങ്ങനെ എന്താക്കി ഫുൾ സേഫായി. അപ്പൊ കോർണറും പോയി ഒക്കെ പോയി. അപ്പൊ അവിടെ ഒരു റൗണ്ട് ആകൃതി ഇനി ഫിഷ് കൊടുക്കില്ല. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ സീൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് മടക്കി ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഒരു റബ്ബർ എടുത്തിട്ട് ഒരു വിരൽ കൊണ്ട് ഇത് മേൽഭാഗം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വിരൽ കൊണ്ട് ഇത് ബാക്കിലേക്ക് എടുക്കുക. ഈ തലവരെ കോർക്കുക. ഇതിലിങ്ങനെ ഉള്ളുകൂടെ ഇതിന്റെ ഉള്ളുകൂടെ എടുത്തിട്ട് കോർക്കുക. അപ്പൊ അവിടെ ലോക്കായി. ഒരു 5-6 തവണ എക്സ്പെർട്ടായി. അത് ആദ്യത്തിൽ നമ്മള് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഇതുണ്ടാവും. എന്നിട്ട് ഇനി അത് പരിചയമായി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇതിപ്പോ സൽമാൻ അതിപ്പോ ഫാമിലി മൊത്തം ചെയ്യണമല്ലോ. ഇപ്പൊ ഇതെല്ലാം എല്ലാവരും ചെയ്യും. ഇനി ഇതിപ്പോ നമ്മള് സീലർ മെഷീനൊക്കെ ഉള്ളവർക്ക്, ഇനി സീലർ മെഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാന്നൂടെ കാണിച്ചു തരാം. കാരണം ഇപ്പൊ എല്ലാവർക്കും സീലർ മെഷീൻ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൂടെ കാണിച്ചു തരാം. സീലർ മെഷീൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതില്ലാത്ത ഒരാളാണെങ്കിൽ അവർക്കും കൊറിയർ ചെയ്യണല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യാ, ഇതിന്റെ കോർണറിന്റെ ഓപ്പോസിറ്റിൽ പിടിക്കുക, രണ്ട് മടക്കുക. എന്നിട്ട് ഇത് വീണ്ടും രണ്ട് മടക്ക്. ഇതിങ്ങനെ ഇതിപ്പോ ഇങ്ങനെയാണല്ലോ, അടുത്തേക്ക് വാ. ഇത് ഇങ്ങനെയാണല്ലോ ഉള്ളത്. ഒന്ന് ഇങ്ങനെ രണ്ട് മടക്കിയിട്ട് സാരി മടക്കുന്ന പോലെ ഇതിങ്ങനെ മടക്കി പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് ഇത് അടിഭാഗം നല്ല ചുറ്റുക, ടൈറ്റായി. എന്നിട്ട് 2 റബ്ബർ എടുക്കുക. അതിന് 2 റബ്ബർ എടുക്കണം, കുറച്ചുകൂടി സേഫ് ആകാൻ, ടൈറ്റ് ആവാൻ വേണ്ടി, നല്ലോണം ടൈറ്റ് ആവാൻ വേണ്ടി. ഇത് നമ്മൾ ഓൾറെഡി സീൽ ചെയ്തതുകൊണ്ടാണ് 2 റബ്ബർ എടുക്കുക. സെയിം അതുപോലെ കോർണറിലേക്ക് എടുക്കുക. എന്നിട്ട് ഉള്ളുകൂടെ എടുക്കുക, ലോക്ക് ചെയ്തു. എന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മളിപ്പോൾ അതിപ്പോൾ ഒരു 8-10 ആണ്. ഇത് കുറച്ചുകൂടെ നല്ലോണം ഒരു 10-ൽ കൂടുതൽ ചെയ്യുന്നത് നല്ലതാണ്. നല്ലോണം ടൈറ്റ് ആക്കി. എന്നതിന് ശേഷം ബാലൻസ് വരുന്നത് എന്ത് ചെയ്യുക, ഇവിടെ മടക്കി. ഈ സീല് ചെയ്യാത്ത പോലെ ഈ മടക്ക് വെച്ചിട്ട് ഇങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എയർ പോകും. നമ്മൾ റബ്ബർ ടൈറ്റ് ആക്കിണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എയർ പോകും. അങ്ങനെ മടക്കിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എയർ പോവില്ല. എന്നിട്ട് നമ്മളിപ്പോ മറ്റേതിന് ജസ്റ്റ് ഒരു ലോക്ക് ഇട്ടിട്ടുള്ളൂ. ഈ ലാസ്റ്റ് ഇടുന്ന ലോക്ക് ഒരു 2-3 ലോക്ക് ഇടാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മളിപ്പോ ഈ ഭാഗം ഇവിടെ വന്ന ബാലൻസ് വന്ന ബാലം കൊണ്ട് ഇങ്ങനെ 1 വീണ്ടും 1-2 ഒരു 2-3 എങ്കിലും ഇടാം. ഇനി ഇതും പോവില്ല. അത് നമ്മൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ 7 വർഷത്തോളമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിരുന്നത്. ഇതും ഇതേപോലെ തന്നെ എത്ര ദിവസമായാലും പോവില്ല. അത് പ്രാക്ടീസ് ചെയ്ത് നല്ലോണം കറക്റ്റായിട്ട് കെട്ടണം. ഇതും ഒന്നും ആവില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ സൈഡിൽ കോർണർ ഒട്ടിക്കുക. അപ്പൊ എന്താ ചെയ്യാ, ഫിഷ് സേഫ് ആയിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മള് ഡാർക്ക് നൈറ്റ് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു ഫിഷാണ്. അതിന്റെ മെയിലും ഇത് അതിന്റെ ഫീമെയിലും സെപ്പറേറ്റ്. ഇത് ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ കവർ ഇടണം. ഡബിൾ കവർ ഇടുന്ന ഒരു പ്രോസസ് കൂടെ ഉണ്ട്, അതുകൂടെ കാണിക്കാം. ഇനി നമ്മള്
ഡബിൾ കവർ കൊറിയർ അയക്കുമ്പോൾ ഇങ്ങനെ അയച്ചാലും നിൽക്കും. പക്ഷേ നമ്മളെ സേഫ്റ്റിക്ക് നമ്മളെ പാക്കിങ്ങിന്റെ ഇത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ കവർ ഇടും. ഒന്നുകൂടെ ഒരു കവറിലൂടെ എത്ര വലിയ ലെങ്ത്തുള്ള കവർ, ഇത് വേറൊരു കവറാ. അപ്പൊ ഈ 2 3 ഇതിലിപ്പോ 3 4 ഇതുപോലത്തെ 4 വരെ എണ്ണം കൊള്ളുന്ന കവറാണിത്. അപ്പൊ നമ്മള് ഇപ്പൊ ഇത് ഇടുന്നത് ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഇതിനെ ചുറ്റിയിട്ട് ജസ്റ്റ് ഇതൊന്ന് നനച്ചു കൊടുക്കുക. ഇതൊന്നും എല്ലാരും റിവീൽ ചെയ്യില്ല, പക്ഷെ നമുക്ക് അങ്ങനെ എന്താ പറയാ, എല്ലാം എവിടെയും കണ്ടിട്ടില്ല. എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മളത്. അപ്പൊ ഒരു കൂളിംഗ് ആയിരിക്കും. കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ നനച്ചു. പേപ്പർ നനച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടു. വീണ്ടും മറ്റേത് എടുത്തിട്ട് ഒന്ന് നനച്ചു, ജസ്റ്റ് ഒന്ന് നനച്ചിട്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് സമയത്തൊക്കെ ചെറിയൊരു കൂളിംഗ് എഫക്ട് അയക്കണതാണല്ലോ പല സ്ഥലത്തേക്ക്, പല പുറത്തൊക്കെ ഔട്ട്ഡോർ ഒക്കെ ഇടുക. അപ്പൊ അതൊക്കെ നമുക്ക് സേഫ് ചെറിയൊരു രീതിയിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൂളിംഗ് ആക്കിയിട്ട് കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നനച്ചിട്ടു. എന്നിട്ട് വീണ്ടും ഒരു റബ്ബർ എടുത്തിട്ട് ഇത് എന്ത് ചെയ്യാം, അത് അതേമാതിരി കെട്ടുക. അതായി. ഇപ്പം ഇത് ഇനി ബോക്സിലേക്ക് ഇടുക. എല്ലാ സൈഡിലും തെർമോകോളൊക്കെ വെച്ചിട്ട് ആണ് നമ്മള് നമ്മള് കേരള, തമിഴ്നാട്, കർണാടക ഒക്കെ ആണെങ്കിൽ 10 mm വരെ. അതിന്റെ മേലോട്ടുള്ള സ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ 15 mm ഒക്കെ അത്ര ഉള്ളത് വരെ ഇടാറുണ്ട്. അത് ചൂട് കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട്. പിന്നെ നല്ല ചൂട് സമയത്ത് കേരളം, തമിഴ്നാടൊക്കെ നല്ല കട്ടിയുള്ള തന്നെ ഉപയോഗിക്കും. അപ്പോൾ സൽമാൻ നമുക്ക് വിശദമായിട്ട് ആരും ഇതുവരെ ഇങ്ങനെ ഒരു പാക്കിംഗ് കവർ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അത് കൂളിംഗ് ആക്കി രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് മനസ്സിലായി, എനിക്ക് നല്ല മനസ്സിലായി കേട്ടോ. ഞാനിതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. പാക്കിംഗ് കണ്ടിട്ടുണ്ട്, പക്ഷേ അതേമാതിരി പേപ്പറൊക്കെ വെച്ച് ആ പേപ്പർ നനച്ച് അത് ഫുള്ള് കൂളിംഗ് ആക്കിയിട്ട് ഫുള്ള് സേഫായിട്ട്. ഇതുകൊണ്ടാണ് നമ്മളന്ന് നേരത്തെ ഫസ്റ്റിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, 10 ദിവസം വരെ ലൈവായിട്ട് ആ ഒരു ഫിഷ് അവിടെ എത്തി. പിന്നെ ഈ 2 ഉദ്ദേശമുണ്ട് ഈ പേപ്പർ ചുറ്റുന്നതിന്. ഒന്ന് കൂളിംഗ് ആക്കുക എന്നുള്ളത്, പിന്നെ പേപ്പർ ചുറ്റുന്നതുകൊണ്ട് തന്നെ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല. കാണാതെ ഈ ഒരു ഫിഷ് മറ്റേ ഫിഷിനെ കാണുമ്പോൾ ഇങ്ങനെ അറ്റാക്ക് ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ അവരുടെ എനർജി പോകും. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കും. അപ്പൊ എന്ത് ചെയ്യുക, അവരുടെ എനർജി വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് 10 ദിവസമൊക്കെ വരാം. അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതുപോലെ ശാസ്ത്രീയമായിട്ട് സൽമാൻ പഠിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, പക്ഷെ സൽമാൻ ഈ കാര്യങ്ങളൊക്കെ എക്സ്പെർട്ടായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ഫിഷ് പാക്കിംഗ് കവർ എങ്ങനെയാണ് പാക്ക് ചെയ്യാൻ. നമ്മുടെ അടുത്ത് ഇനി ഫിഷ് വാങ്ങണം, നമ്മളെ പാക്കിംഗ് ഒക്കെ കണ്ടു, നമ്മുടെ അടുത്ത് ഫിഷ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളൂ. ആ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിലും പോകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ കാസിൽ വീഡിയോ കണ്ട 60ഓളം വെറൈറ്റി ഗപ്പികളുണ്ട്. അതൊക്കെ ഇവിടുന്ന് കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.